നമസ്കാരം, നിലാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ലോക ജനതയുടെ സമാധാനവും സ്വൈര്യവും തകർക്കുന്ന ആയുധ വിപണിയും മൂലധന താൽപ്പര്യങ്ങളും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളുടെ അധീന പ്രദേശങ്ങളിലും കടന്നുകയറി സംഘർഷം സൃഷ്ടിക്കുന്ന അമേരിക്ക ഇസ്രായേൽ സാമ്രാജ്യത്വ കൂട്ടുകെട്ടിനെതിരെ ആൾക്കൂട്ടം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ചമ്രവട്ടം അങ്ങാടിയിൽ അമേരിക്ക ഇസ്രായേൽ സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരെ യുദ്ധവിരുദ്ധ റാലി നടത്തി. യുദ്ധവിരുദ്ധ റാലി സിന്ദാബാദ്, യുദ്ധവിരുദ്ധ റാലി സിന്ദാബാദ്. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഇനി ഗ്രന്ഥശാലയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഗോളതലത്തിൽ വലിയ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഒരു യുദ്ധമുഖം കഴിഞ്ഞ 10 ദിവസങ്ങളായി നടന്നു വരികയാണ്. ഇസ്രായേലും അതുപോലെ അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന യുദ്ധവും, അതേപോലെ തന്നെ തിരിച്ചടി എന്നോണം ഇറാൻ സമീപ രാഷ്ട്രങ്ങളെയും ഇസ്രായേലിനെയും ഒക്കെ കടന്നാക്രമിക്കുന്നതും ഒക്കെ ഏതാണ്ട് കഴിഞ്ഞ 28-ാം തീയതി മുതൽ ഇന്ന് വരെ അതിന് യാതൊരു ശമനവുമില്ലാത്ത രീതിയിൽ അതിരൂക്ഷമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും മരണങ്ങളും തുടർ പരമ്പരയായിട്ട് നടന്നു വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇറാൻ എന്ന ലോകത്തെ വലിയ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയും അവിടുത്തെ പണ്ഡിതനുമൊക്കെ. നമസ്കാരം. നമ്മളിന്ന് വൈകുന്നേരം ഇവിടെ ഒരു യുദ്ധവിരുദ്ധ സംഗമം, അതേപോലെ തന്നെ യുദ്ധവിരുദ്ധ റാലി, അതിനാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ലോകമൊന്നാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പശ്ചിമേഷ്യൻ. ഗ്രന്ഥശാല പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ചമ്രവട്ടം അങ്ങാടിയിൽ സമാപിച്ച് യുദ്ധവിരുദ്ധ സംഗമവും സദസ്സും നടത്തി. കെ.പി. നൌഷാദ് യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. കെ.ആർ. രാമനുണ്ണി അധ്യക്ഷത വഹിച്ചു. പാട്ടത്തിൽ ഇബ്രാഹിം കുട്ടി, ഇ. വാസുദേവൻ, കെ. ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, നിലാവിഷൻ, ചമ്രവട്ടം. ഇവിടുത്തെ ചമ്രവട്ടത്തുള്ള നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാമന്യ മാഷെ വിളിച്ചു.